നമുക്കറിയാം, പണം മിച്ചമുള്ള എല്ലാവർക്കും ഉൽപാദകരാവാൻ പറ്റില്ല. ഒരു ഭാഗത്ത് ആളുകളുടെ കയ്യിൽ മിച്ചധനമുണ്ട്, മറ്റൊരു ഭാഗത്ത് ഓൺട്രപ്രണർഷിപ്പ് കഴിവുകളുള്ള എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ കയ്യിൽ പണം കുറവാണ്. ഈ ഒരു സന്ദർഭത്തിൽ സാമ്പത്തിക മിച്ചമുള്ള ആളുകളിൽ നിന്ന് അവരുടെ ധനം നിക്ഷേപമായി ഉൽപാദകരായ ആളുകളിലേക്ക് മാറേണ്ടതുണ്ട്. ആ ഒരു ഒഴുക്ക് നടക്കണം. ഇതാണ് ഇന്ന് ഏതൊരു രാജ്യത്തെയും ഫിനാൻഷ്യൽ മാർക്കറ്റുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെബിയുടെ ഡെപ്യൂട്ടി മാനേജർ നമ്മോടൊപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇന്ന് വളരെ സങ്കീർണമായ ഒരു സാമ്പത്തിക ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണമുള്ള ആളുകളിൽ നിന്ന് അത് ഉൽപാദനപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് പണം ഒഴുകുന്നു. അവരത് ഉൽപാദന മേഖലയിൽ ഉപയോഗിക്കുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു, പണമുണ്ടാകുന്നു, പണം വർദ്ധിപ്പിക്കപ്പെടുന്നു. ആ വർദ്ധിച്ച പണത്തിൻ്റെ ഒരു തോത് പണം നിക്ഷേപിച്ച ആളുകളിലേക്ക് എത്തുന്നു. ഇങ്ങനെ വളരെ സുതാര്യമായി നിക്ഷേപ മേഖലകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിക്ഷേപം സുതാര്യമാവണമെങ്കിൽ മിച്ചമുള്ള തുക ആത്മവിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ അതിന് ആവശ്യമായ ഒരു സാമ്പത്തിക ക്രമം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട്. ട്രസ്റ്റ് ഉണ്ടാവേണ്ടതുണ്ട്. എൻ്റെ പണം നഷ്ടപ്പെടില്ല എന്ന ഉത്തമ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. രാജ്യത്ത് ധാരാളം നിയമവ്യവസ്ഥകളുണ്ട്. സാമ്പത്തിക വിനിമയത്തിൻ്റെ വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് അനിവാര്യമാണ്. കാരണം സാമ്പത്തികമാണ് ഏത് ജനവിഭാഗത്തിൻ്റെയും ഏത് രാഷ്ട്രത്തിൻ്റെയും അടിത്തറ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും ആളുകൾ അരക്ഷിതരാവുകയും തൻ്റെ പണം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉണ്ടാവുകയും ചെയ്യും. ഇത് ദുർബലമാകുന്ന സന്ദർഭത്തിൽ ആളുകളുടെ പണം, പ്രത്യേകിച്ച് മധ്യവർഗത്തിൽപ്പെട്ട അധ്വാനിക്കുന്ന എന്തെങ്കിലുമൊക്കെ നാളേക്ക് വേണ്ടി കരുതി വെക്കുന്ന ആളുകളുടെ ധനം, അത് കൊള്ളയടിക്കപ്പെടുന്ന സാധ്യതകളുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുഗ്രാമങ്ങളിൽ പോലും കോടിക്കണക്കിന് രൂപ ഇതുപോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്ന ചില ഏജൻസികൾ വളരെ വലിയ ലാഭം വാഗ്ദാനം നൽകിക്കൊണ്ട് ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുകയും കുറച്ചു കാലം അവർക്ക് ലാഭവിഹിതം എന്ന പേരിൽ കുറച്ച് പണം നൽകുകയും പിന്നീട് മുങ്ങുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അയാഫി ഇതുപോലുള്ള ഒരു സെമിനാറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. നിക്ഷേപ മേഖലയിലെ ചതിക്കുഴികൾ. തീർച്ചയായും നമ്മുടെ ധനം, നമ്മുടെ മിച്ചധനം, നാളേക്ക് വേണ്ടി നമ്മൾ കരുതി വച്ചിട്ടുള്ള നമ്മുടെ ധനം, അത് വളരേണ്ടതുണ്ട്. അത് വളരാൻ പറ്റുന്ന രൂപത്തിൽ സുരക്ഷിതമായി വിശ്വാസത്തോടുകൂടി നിക്ഷേപിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് അല്പം ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് പൊതുസമൂഹത്തിന് ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട്. അത്തരം ചിന്തകളാണ് ഈ സെമിനാർ ഉയർത്തിവെക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപ മേഖലകളിലെ ചതിക്കുഴികളെ സംബന്ധിച്ച്, നിക്ഷേപത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ച്, നിക്ഷേപങ്ങളുടെ മാനസികാവസ്ഥകളെ സംബന്ധിച്ച്, ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിക്ഷേപ മേഖലകളിലെ സാമ്പത്തിക ക്രമീകരണങ്ങളിലെ നിയമവ്യവസ്ഥകളെ സംബന്ധിച്ച് ഒക്കെ വിശദമായി നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇന്ന് രാവിലെ മുതൽ, ഈ സമയം മുതൽ ഇന്ന് വൈകുന്നേരം വരെ ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ചർച്ചകൾ, വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഉച്ചയ്ക്ക് ശേഷം പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പാനൽ ഡിസ്കഷൻ, നമ്മുടെ പ്രായോഗിക പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാവേണ്ടതുണ്ട്. പണം രണ്ട് വിഭാഗത്തിനും, പണം കൊടുക്കുന്ന ആളുകൾക്കും ഇത് ഉൽപാദന മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കും
രണ്ടുപേർക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോകത്തെങ്ങുമുള്ള നമ്മുടെ സാമ്പത്തിക സംവിധാനം പലിശാധിഷ്ഠിത സംവിധാനമാണ്. ക്ലാസിക്കൽ എക്കണോമിക്സ് മുതൽ കെയ്നീഷ്യൻ എക്കണോമിക്സ്, ഇപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ്, ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക ശാസ്ത്രം, ഏത് സാമ്പത്തിക തിയറികൾ നമ്മൾ എടുത്തു നോക്കിയാലും നിക്ഷേപം പലിശയുമായി ബന്ധപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കെയ്ൻസ് ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് നിക്ഷേപത്തിൻ്റെ ലാഭസാധ്യത, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിൻ്റെ വർദ്ധിത ശക്തി, അത് കൂടുതൽ പ്രയോജനകരമായി ഉൽപ്പാദിപ്പിക്കാനുള്ള അതിൻ്റെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, പലിശ നിരക്ക് കുറയുന്നതിനനുസരിച്ച് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ വർദ്ധിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയോ ക്ലാസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് തിയറി അനുസരിച്ചും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് കുറയുന്നതിനനുസരിച്ച് ലാഭസാധ്യത വർദ്ധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പലിശ ഒരു നിർണിത അനുപാതമാണ്. അതിൽ ഒരു വിഭാഗം സുരക്ഷിതമാണ്. പണം കൊടുത്ത ആള്, അത് ഉപയോഗിക്കുന്ന ആൾക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും പണം നിക്ഷേപിച്ച ആൾക്ക് ലാഭം കിട്ടും. ഇതാണല്ലോ പലിശ. ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കച്ചവടം ചെയ്ത മറ്റു പല വ്യവസായങ്ങളും തുടങ്ങിയ ആളുകൾ എല്ലാം അടച്ചുപൂട്ടപ്പെട്ട ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവർ വാങ്ങിയ ലോൺ എടുത്ത തുക പോലും തിരിച്ചടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭം. പക്ഷെ ആ സമയത്ത് പണം നൽകിയ ആളുകൾക്ക് നഷ്ടമൊന്നുമില്ല. ഇത് നീതിരഹിതമാണ് എന്നാണ് നമ്മുടെ തിരിച്ചറിവ്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ഇസ്ലാമിക് എക്കണോമിക്സ്, ഇസ്ലാമിക സാമ്പത്തിക കാഴ്ചപ്പാടുകൾ, അത് പുതിയ കാലഘട്ടത്തിൽ ഒരു ഭദ്രമായ സാമ്പത്തിക വികാസത്തിന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്, ഒരു പലിശരഹിത സംവിധാനത്തെക്കുറിച്ച് ദീർഘകാലമായി നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് വളരെയധികം പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പണം ഉണ്ടാവണമെങ്കിൽ, പണം നമ്മൾ കയ്യിൽ വെച്ചാൽ അത് വികസിക്കൂല, അത് വളരൂല. പണം അത് അധ്വാനമായി മാറുമ്പോൾ, അധ്വാനവും ചേർന്ന് അത് ഇൻവെസ്റ്റ്മെൻ്റായി ഉൽപാദന പ്രക്രിയയിൽ അത് പങ്കുചേരുമ്പോഴാണ് 10 ലക്ഷം രൂപ അത് 15ആയി വർദ്ധിക്കുന്നത്, 1 കോടി രൂപ 1.5 കോടി 2 കോടിയായി വർദ്ധിക്കുന്നത്. അതിന് 2 സാധ്യതകളുണ്ട്. ലാഭസാധ്യതകളുണ്ട്, നഷ്ടസാധ്യതകളുണ്ട്. ഒരു പക്ഷേ കോവിഡ് പോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നിക്ഷേപത്തിൽ നിന്ന് നഷ്ടം സംഭവിക്കും. അഥവാ നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ പണം നൽകിയ ആള് നഷ്ടം വഹിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ഒരു വിഭാഗം എന്നും ലാഭം ലഭിക്കുന്നവരും അത് ഗ്യാരണ്ടീഡ് അഷ്വേർഡ് ലാഭം അവർക്ക് ലഭിക്കുകയും അധ്വാനിക്കുന്നവന് ഓണ്ടർപ്രണർ നഷ്ടം സഹിക്കുകയും ചെയ്യുന്ന ഇത് നീതിരഹിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇസ്ലാം വളരെ അടിസ്ഥാനപരമായി അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പലിശയല്ല സാമ്പത്തിക ക്രമീകരണത്തിൻ്റെ മാനദണ്ഡം, ലാഭനഷ്ട പങ്കാളിത്തം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്ത് ഈ കൺസെപ്റ്റ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക് ബാങ്കുകളും ഇസ്ലാമിക് ഫിനാൻസും ഒക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നിക്ഷേപത്തിൻ്റെ പേരിൽ ആളുകൾ ചൂഷണത്തിന് വിധേയമാകുമ്പോൾ ഒരു ചോദ്യം കൂടി ഉയർത്താൻ അയാഫി ആഗ്രഹിക്കുന്നു. നമ്മുടെ നിക്ഷേപ മേഖലകളിൽ നിക്ഷേപത്തിന് വേണ്ടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെ നമുക്കതിൽ പറയാൻ സാധിക്കും? അതിന് ഇസ്ലാമിക് ശരീഅത്ത് അതിന് മുന്നിൽ വെക്കുന്ന ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്, നീതിയുടെയും ന്യായത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും റിസ്ക് ഷെയറിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് ഉയർത്തുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതും കൂടി നമ്മുടെ ഈ സെമിനാറിൻ്റെ ഒരു ചർച്ചാ വിഷയമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സെമിനാറിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം വരെ നടക്കുന്ന ഈ ചർച്ചകളിൽ എല്ലാവരും ക്രിയാത്മകമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വിജയകരമായ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആവട്ടെ ഇന്ന് നടക്കുന്നത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.